ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇലക്ട്രോണിക്സ് ഗ്രാജുവേറ്റ്സിന് PSCയിൽ അല്ലെങ്കിൽ നമുക്ക് ഈ വർഷം വരാൻ പോകുന്ന എക്സാമുകളെ പറ്റി ഉള്ളൊരു അപ്ഡേറ്റ് ആണ് തരാൻ പോകുന്നത്. നമുക്ക് 2025 ഉള്ള എക്സാംസ് ഏതൊക്കെയാണെന്നുള്ള ഒരു ആനുവൽ കലണ്ടർ PSC പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പം ഇതിൽ റീസെൻ്റായിട്ട് വിളിച്ചിട്ടുള്ള 3 നോട്ടിഫിക്കേഷൻസ്, PSC വിളിച്ചിട്ടുള്ള 3 നോട്ടിഫിക്കേഷൻസ്, ഒന്ന് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, അതുപോലെ പോളിടെക്നിക് ലെക്ചർ പോസ്റ്റിലേക്കുള്ളത്, അതുപോലെ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ്. ഈ 3 പോസ്റ്റിലേക്കുള്ള എക്സാം ഏതൊക്കെ സമയങ്ങളിലാണ് കണ്ടക്ട് ചെയ്യുന്നതെന്നുള്ളത് നമുക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളോടൊന്ന് അനൗൺസ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഈ വീഡിയോയുടെ ഒരു ഉദ്ദേശം. അപ്പോൾ അതിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ എക്സാം വരുന്നത് ജൂലൈ സെപ്റ്റംബർ സ്ലോട്ടിലാണ്. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഈ 3 മാസങ്ങൾ ഏതെങ്കിലും ഒരു മാസമായിരിക്കും ഈ ഒരു എക്സാം. ഏകദേശം നമുക്ക് ആ ഒരു 3 മാസത്തിൽ ഈ എക്സാം പ്രതീക്ഷിക്കാം. അതുപോലെ പോളി ലെക്ചർ എക്സാം വരുന്നത് ഓഗസ്റ്റ് ടു ഒക്ടോബർ സ്ലോട്ടിലായിരിക്കും വരുന്നത്. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ഈ 3 മാസങ്ങളിൽ ഏതെങ്കിലും ഒരു മാസമായിരിക്കും എക്സാം വരുന്നത്. ഓക്കെ. അതുപോലെ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഓവർസിയർ ഗ്രേഡ് 1 എന്ന് പറയുന്ന ആ ഒരു എക്സാം നമുക്ക് വരുന്നത് സെപ്റ്റംബർ, നവംബർ സ്ലോട്ടിലാണ്. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ഈ 3 മാസങ്ങൾ ഏതെങ്കിലും ഒരു സമയത്തായിരിക്കും ഈ ഒരു എക്സാം വരുന്നത്. എന്തായാലും ഇതിലൊരു സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ വർഷത്തെ ആദ്യത്തെ 6 മാസം അത്യാവശ്യം ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടും. ബാക്കിയുള്ള എക്സാമുകളെല്ലാം പല സ്ലോട്ടുകളാണ് വന്നിരിക്കുന്നത് എന്നുള്ളതും വലിയ കുഴപ്പമില്ലാത്തൊരു കാര്യമാണ്. അധികം ചിലപ്പം മിക്കവാറും എല്ലാം നമുക്ക് പല മാസങ്ങളാണ് വരാൻ സാധ്യത കൂടുതൽ. അപ്പോൾ എന്തായാലും നമുക്കൊരു 6 മാസം നമ്മളുടെ മുമ്പിൽ കിട്ടും. അപ്പോൾ ഒരു 4 മാസം നിങ്ങൾക്ക് പ്രിപ്പറേഷന് വേണ്ടി, ഇനിയുള്ള ഒരു 4 മാസം പ്രിപ്പറേഷന് വേണ്ടി തന്നെ യൂസ് ചെയ്യുക. എക്സാമിന് അല്ലെങ്കിൽ ഈ ഒരു ജൂലൈ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരു മാസം മുന്നേ തന്നെ ഈ എക്സാമുകൾക്ക് വേണ്ടിയൊക്കെ പ്രിപ്പയർ ചെയ്തിരിക്കാനും നമുക്ക് ആവശ്യത്തിന് റിവിഷനും ഉള്ള സമയമൊക്കെ നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യം. ഇതിപ്പം സ്റ്റാർട്ടിങ്ങിലെ ഒരു സ്ലോട്ടിൽ വല്ലതും ആയിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മുടെ സമയം നമുക്ക് കുറഞ്ഞു പോയേനെ. ഓക്കെ. പിന്നീട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ എക്സാമിൻ്റെ എല്ലാ സിലബസും നമുക്ക് PSC ഉടൻ തന്നെ പുറത്തു വിടുന്നതായിരിക്കും. അതുകൊണ്ട് ഒട്ടും താമസിക്കാതെ തന്നെ നമുക്ക് സിലബസും പുറത്ത് വരും. നേരത്തെ എന്ന് വെച്ചാൽ കൺഫർമേഷൻ കൊടുക്കുന്നൊരു സമയത്തായിരുന്നു ഈ സിലബസ് പുറത്തു വരുന്നത്. പക്ഷേ ഇനി നമുക്ക് അതിന് മുന്നേ സിലബസ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രിപ്പറേഷൻസ് ഒക്കെ പ്ലാൻ ചെയ്യാനുള്ളൊരു അവസരവും നമുക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ 3 എക്സാമുകളോട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 3 എക്സാമുകളോട് ഒരുമിച്ച് നമുക്ക് പഠിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു കൺഫ്യൂഷൻ കാണും, അല്ലേ? അതായത് ഈ പോളി ലെക്ചർ എന്ന് പറയുന്നത് ബേസിക് ക്വാളിഫിക്കേഷൻ BTech ആണ്. ഓക്കെ. അതുപോലെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിംഗ് ബേസിക് ക്വാളിഫിക്കേഷൻ BTech ആണ്. പക്ഷേ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് ഡിപ്ലോമയാണ് നമ്മുടെ ബേസിക് ക്വാളിഫിക്കേഷൻ. അപ്പം ഒരു BTechക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഡിപ്ലോമ ബേസ്ഡ് എക്സാം നമുക്ക് എഴുതാൻ പറ്റും, അല്ലേ? അതുകൊണ്ട് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ കാണും, നിങ്ങൾക്ക് ഏത് എക്സാമിന് വേണ്ടി ഫോക്കസ് ചെയ്ത് പഠിക്കണമെന്നുള്ള കാര്യം. അതുപോലെ ഈ പോളി ലെക്ചർ നമുക്കറിയാം ബേസിക് സബ്ജക്റ്റും വരുന്നുണ്ട്, കോർ സബ്ജക്റ്റും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതൽ. അല്ലെങ്കിൽ എങ്ങനെ പ്രിപ്പറേഷൻസ് കൊണ്ടുപോകണമെന്നുള്ളത് നോർമലായിട്ട് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഇത് ക്ലബ് ചെയ്ത് എങ്ങനെ പഠിക്കാൻ പറ്റും എന്നുള്ളതിനെ പറ്റി ഒരു വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ എക്സ്പേർട്ട് ഫാക്കൽറ്റിയാണ് നമുക്ക് ആ ഒരു വെബിനാർ എടുക്കുന്നത്. ഡേറ്റ് എന്ന് വെച്ചാൽ 8-ാം തീയതിയാണ്. ഈ വരുന്ന ജാനുവരി 8-ാം തീയതി 8 മണിക്കാണ് ആ ഒരു വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സ്കിൽ സെറ്റ് അനുസരിച്ച്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ ഈസി ആണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം ഈ പറയുന്ന BTech ലെവൽ എക്സാംസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും. അതല്ല നിങ്ങൾക്ക് അതിൽ തന്നെ ആ ഒരു എക്സാമിൽ തന്നെ എല്ലാം ന്യൂമറിക്കൽ ആണോ ചോദിക്കുന്നതെന്ന് ചോദിച്ചാൽ അങ്ങനല്ല. കുറച്ച് തിയററ്റിക്കൽ പാർട്ട് നമുക്ക് ചോദിക്കുകയും ചെയ്യും. ഒരു ഡിപ്ലോമ ലെവൽ ക്വസ്റ്റ്യൻസ് അവിടെ കുറേയൊക്കെ ഒരു 100 മാർക്കുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 60 മാർക്കും അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആകാം. അപ്പോൾ അങ്ങനത്തെ ആ ഒരു ക്വസ്റ്റ്യൻസിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് എക്സാം ഓൾറെഡി ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കവേർഡായി വരികയും ചെയ്യാം. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ പല രീതിയിൽ ഈ എക്സാമിനെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇതെല്ലാം കൂടെ ഒരുമിച്ച് പഠിക്കണം എന്നല്ല, വെറുതെ ബ്ലൈൻഡായിട്ട് നമ്മളിതിങ്ങനെ ഒരുമിച്ച് പഠിച്ചിട്ട് കാര്യമില്ല. ഏതെങ്കിലും ഒരു സ്ട്രാറ്റജി നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് പഠിക്കേണ്ടി വരും. അപ്പോൾ അത് നമ്മുടെ എക്സ്പേർട്ട് ഫാക്കൽറ്റി നിങ്ങൾക്ക് അത് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും, അതിൻ്റേതായ ഒരു ഗുണം അതിനുണ്ടാകുകയും ചെയ്യും. പിന്നെ ഈ സിലബസ് ഡിസ്കസ് ചെയ്യാനും അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റഡി പ്ലാനോ അങ്ങനെ മറ്റു കാര്യങ്ങളെല്ലാം നമ്മുടെ ആ ഒരു വെബിനാറിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ വെബിനാറിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫിൽ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ റീസെൻ്റ് ആയിട്ടുള്ള എക്സാംസ് ഒക്കെ നോക്കിയാൽ മനസ്സിലാവും നമുക്ക് ടോപ്പ് റാങ്കുകൾ അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർക്കുക. അപ്പം നിങ്ങൾക്കും നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ മുൻനിരയിലെത്താൻ പരിശ്രമിക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ കോഴ്സിനെ പറ്റിയൊക്കെ കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക, അല്ലെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫിൽ ചെയ്യുക. അപ്പോൾ എന്തായാലും എക്സാം ഡേറ്റും
എക്സാമിൻ്റെ സിലബസിൻ്റെ കാര്യത്തിലുമൊക്കെ നമുക്കൊരു ഐഡിയ ആയിട്ടുണ്ട്. ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുക എന്നുള്ളതാണ് കാര്യം. അപ്പോൾ എന്തായാലും എക്സാം പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ വെബിനാർ മറക്കാതെ തന്നെ പങ്കെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.